6:45 ഇറങ്ങി. ഇതാണ് ബിരിയാണി. ഇറച്ചിപ്പഴത്ത് ഞങ്ങൾ ചൈനീസ് നെറ്റ്. What are you doing, guys? ായിരുന്നു പൊക്കോണ്ടിരുന്നിട്ടാണ് അവിടെ നിന്ന് ഇങ്ങനെ സെറ്റായി പകുതി. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. രാവിലെ എണീച്ചിട്ട് ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്നല്ലേ? യെസ്, ഞങ്ങൾ ഈദ്ഗാഹിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈദ് നമസ്കാരത്തിന് വേണ്ടിയിട്ട് കല്ലൂർ സ്റ്റേഡിയത്തിലുള്ള ഈദ്ഗാഹിലേക്ക് പോവുകയാണ്. രാവിലെ ഒരു 6:45 ഇറങ്ങിയാലാണ് നമ്മൾ ഒരു 7 ആകുമ്പോഴത്തേക്ക് അവിടെ എത്താൻ പറ്റുക. കാരണം ഇച്ചിരി ബ്ലോക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എത്തി അവിടെ കയറുമ്പോഴത്തേക്ക് കറക്റ്റ് ടൈം ആയിരിക്കും നമുക്ക് നിസ്കാരത്തിനായിട്ടുള്ള. അപ്പോൾ യെസ്, ദേ ഈ കാണുന്നതാണ് കറുകപ്പള്ളി ജുമാ മസ്ജിദ്. ഇവിടെയും പെരുന്നാൾ നിസ്കാരമുണ്ട്. അത് 2 ടൈംസ് ഇവിടെ ഉണ്ടാവും, 2 ബാച്ചായിട്ട്. ഇതാണ് കലൂർ സ്റ്റേഡിയം. തക്ബീറിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? പെരുന്നാളിനൊക്കെ ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലൊക്കെ ഭയങ്കര കുളിർമയാണ്. അപ്പോൾ നമ്മളിതേ ഈ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഈ സൈഡിലേക്ക് വന്നേക്കുവാണ്. ഈ പ്രാവശ്യം ഭയങ്കരമായിട്ട് ഈ പാർക്കിംഗ് സ്പേസ് നല്ലോണം ഉണ്ട്. ലാസ്റ്റ് ടൈമൊക്കെ ആണെങ്കിൽ പാർക്കിംഗ് കിട്ടാണ്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടായിരിക്കും കാറ് വരിക. പക്ഷേ ഇപ്പം ഈ സ്റ്റേഡിയം ഒക്കെ പുതുക്കിയത് കാരണം നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാർ പാർക്കിങ്ങിന് വലിയൊരു ഗ്രൗണ്ട് പോലെ തന്നെ ഉണ്ട്. ഗല്ലേ ഏറ്റവും ബഹുമാനമുള്ള സത്യവിശ്വാസി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കണമേ എന്ന് സ്വയം ബാധ്യതയുണ്ട്. ഈദ് നമസ്കാരം കഴിഞ്ഞപ്പം ഞാൻ അധികം തിരക്കാവാണ്ട് ഒരു പകുതി ആയപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി. അപ്പോൾ ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഒത്തിരി ക്രൗഡും ക്യാമറാസും കണ്ടപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആസിഫലി. അപ്പോൾ ഒരു വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഒരു ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ മീഡിയാസ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ സൈഡിൽ കൂടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നല്ല അടുത്തുകൂടെ കാണാൻ പറ്റി. പക്ഷേ നമുക്ക് ഒത്തിരി അടുത്ത് പോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പം ഇങ്ങനെ ഞാൻ എടുത്ത കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങൾക്കായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഈദ് ഖുത്ബയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ടൊരു പ്രാർത്ഥനയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സഭയൊക്കെ ഡിസ്മിസ് ആവുന്നത്.
സമ്മാനം നൽകുന്നവരാണ് ഇവിടുത്തെ ഭരണാധികാരികൾ. നമ്മുടെ ഈ കേരളത്തിൽ വളരെ സൗകര്യത്തോടുകൂടെ നമ്മൾ ജീവിക്കാൻ നിലപാടുകൾ, ആ നിലപാടുകളെ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശിക്ഷയാണ് അവർക്കെതിരെ നമ്മൾ പ്രാർത്ഥിക്കുവാനുള്ളത്. സഹോദരന്മാരെ, പ്രിയപ്പെട്ട മുസ്ലിമിനെ, നമ്മുടെ ആഹ്ലാദത്തോടുകൂടെ ഈ പരിശുദ്ധമായ ഈദ്ഗാഹിലെ ഈദ് ആശംസിക്കുമ്പോഴും ഈദ് ആഘോഷിക്കുമ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട ഫലസ്തീനിലെ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ, പ്രിയപ്പെട്ട സഹോദരിമാർ അവരിപ്പോഴും വീട് വിടുന്നു മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നിർഭയത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും അവർ പ്രയാസത്തിലകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പറയാം, സർവാധിനാഥനായ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കാം. ഈ സാമ്രാജ്യത്വ ശക്തികളെ, ഈ ഭരണാധികാരികളെ, അത്തരത്തിലുള്ള ആളുകളോട് നമുക്ക് പറയാനുള്ളത് അവരോടുള്ള പ്രാർത്ഥനയാണ്. ആധിപത്യത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവേ, നീ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ കൃത്യമായ രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രയാസത്തിലാണ്, നിർഭയത്വം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. അവർക്ക് നിർഭയത്വം കൊടുക്കണില്ല, അവർക്ക് സമാധാനം കൊടുക്കണില്ല. അല്ലാഹുവേ, പ്രിയപ്പെട്ട ഫലസ്തീനിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക്, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് നിർഭയത്വവും സമാധാനവും നൽകി അനുഗ്രഹിക്കണം. സകലമായ പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ മോചനം നൽകണം റഹ്മാനെ. സർവശക്തനായ ആ നാഥ, ഞങ്ങളുടെ അമലുകളെ സ്വീകരിക്കണേ റഹ്മാനെ. اللهم ربنا تقبل منا صيامنا وقيامنا وركوعنا وسجودنا وتلاوتنا وتمم تقصيرنا واستجب دعاءنا يا ارحم الراحمين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات ويا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم انصرنا في اخواننا المسلمين في فلسطين. اللهم انصر اخواننا المسلمين في فلسطين. اللهم انصر اخواننا المسلمين في كل مكان. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار. പ്രിയമുള്ളവരെ, എല്ലാവരും പ്രത്യേകിച്ച് നമ്മുടെ ഈ മഹത്തായ ഈ സദസ്സിനെ വീക്ഷിക്കാനെത്തിയ മീഡിയ സഹോദരന്മാർ, അതുപോലെ തന്നെ നിയമപാലകരുണ്ട്, അതുപോലെ തന്നെ ഗവൺമെന്റ് തലത്തിലും മറ്റൊക്കെയുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അവർക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹത്തോടുകൂടെയുള്ള ഈദ് ആശംസകൾ കൈമാറുകയാണ്. ഈ കേരളത്തെ നല്ല ഒരു നാടായി, സമാധാനാന്തരീക്ഷമുള്ള ഒരു നാടായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങളെല്ലാവരുടെയും പൂർണ്ണമായി ഇത് കരകപ്പള്ളി ജുമാ മസ്ജിദിലുള്ള ഈദ് നമസ്കാരമാണ്. नमाज को हैवी होती ऐड को पे बैजिंग होती ऐड को देवाना बैच हैवी इसके लिए फाइव नंबर 5 बोलो बस अब्बाई के चोनिंगे होती सिक्का बॉडी मरा बड़ो येती ಅದು ಏನು
3 series, 5 series dari balai ningi ningi. M5 लिए 40 3 series गयो M5 M3 എന്നിട്ട് ഞങ്ങൾ ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ട് ഗ്രാൻഡ്മായുടെ വീട്ടിൽ പോവുകയാണ്, എടപ്പള്ളിയിലുള്ള ഫുഡ് കഴിക്കാൻ. ഫുഡൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഒരു ഈദ് നാപ്പ് എടുത്തിട്ട് ഞങ്ങളിതാ ഇറങ്ങി. ഈദ് നാപ്പ് എന്ന് പറയുന്നത് മസ്റ്റാണ്. നമ്മൾ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല. ഒരു ക്ഷീണം മാറാനായിട്ട് ഒരു 1 അവറൊക്കെ ഒരു നാപ്പ് എടുത്തിട്ട് ഇപ്പം ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് പനമ്പള്ളി നഗറിലല്ല, ഹസ്ബൻഡ് പാരൻസിൻ്റെ അടുത്തേക്കാണ്. ഇതാണ് പനമ്പള്ളി നഗർ. ഒരു 2:30 ആയപ്പോഴത്തേക്ക് അവന് ചെറിയ വിശന്ന് തുടങ്ങി. അവിടെ ബിരിയാണി കണ്ടപ്പോൾ അവൻ വീണ്ടും ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഇതേ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ബിരിയാണി, ഇവിടെ ചിക്കൻ ബിരിയാണിയാണ്. ഞങ്ങൾ ഒരു 11 o'clock കഴിച്ചത് ഞങ്ങൾ ബീഫ് ബിരിയാണി ആയിരുന്നു. അതിൻ്റെ ഫോട്ടോ വീഡിയോസ് എടുക്കാൻ ഞാൻ വിട്ടുപോയി. അപ്പോൾ ആ ഒരു കഴിക്കുന്നതിൻ്റെ തിരക്കില്ലേ. ഇവിടെ ചിക്കൻ ബിരിയാണിയാണ്, നല്ല ടേസ്റ്റാണ്. നമുക്ക് രാവിലെ ഉണ്ടായിരുന്നത് ബീഫ് ബിരിയാണി ആയിരുന്നു, അത് നല്ല ടേസ്റ്റാണ്. ഹിയർ ഈസ് ദ ഡെസേർട്ട്. ഇവിടെ ഡെസേർട്ട് പായസമാണ്. പായസം നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ബിരിയാണി കഴിച്ചിട്ടില്ല, എനിക്ക് വയറ് നിറഞ്ഞേക്കുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇനിയും കഴിച്ചാൽ ഭയങ്കരമായിട്ട് ഹെവി ആവും. അതുകൊണ്ട് പായസം ഞാൻ കുടിച്ചു, നല്ല ടേസ്റ്റായിരുന്നു. എല്ലാം കഴിഞ്ഞതാ ഞങ്ങൾ പുത്തൻതോട് ബീച്ചിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയേക്കുവാണ്. Jejana. Zala. Iring. Topumbari bridge. Topumbari bridge. Ado nida mo ngai. Bro things broken neck. Yo nania. Ay ba unani una. Wala na bas. Wala ko teta ni. Zara. Oh. Kau siapa? Kau kante? No please. No please. No. Why is my car slow? തോപ്പുംപടി വാക്ക് വേ ആണ്. നല്ല ലോങ് ആയിട്ടുള്ളതാ, ഇതൊരു വാക്ക് വേ ആണ്. He doesn't even care about driving. Drives on online is very realistic. This Toyota Samsung. Very expensive.
ഇത് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളായിരുന്നു. നല്ല അടിപൊളി സീനറീസാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴിയിലൂടെ പോകുന്നത്. അപ്പോൾ ഇത് കുറേ വലകളൊക്കെ ഉണ്ട്, ചൈനീസ് നെറ്റ്. ഇവിടെ കുറേ ആൾക്കാർ മീൻ പിടിക്കുന്നതും കാണാം. ഇത് കണ്ടോ, വേറെ ഏതോ ഒരു സ്ഥലം പോലെ ഇല്ലേ? നല്ല അടിപൊളിയാണ് കാണാൻ. ഈ ന്യൂസൊക്കെ ഇതിങ്ങനെ നിരത്തി ഇങ്ങനെ കാണുമ്പോഴേക്കേ ഇതൊക്കെയും പുത്തൻതോട് ബീച്ചിലേക്ക് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ആസ്വദിച്ചോളൂ, ഈ കാഴ്ചകൾ. ഇതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ, പുത്തൻതോട് ബീച്ച്. ആക്ച്വലി നമ്മൾ പുത്തൻതോട് വോക്ക് വേയിലാണ് വരാൻ ഉദ്ദേശിച്ചത്, പക്ഷെ നമ്മൾ എത്തിയത് ബീച്ചിലാണ്. നമ്മൾ വിചാരിച്ചു ഇവിടെ തന്നെയാണ് വോക്ക് വേ എന്ന്. അതാണെന്നാണ് എൻ്റെ ഇളന്മാർ. എടപ്പള്ളിയിലുള്ളവർ കുറച്ച് നേരത്തെ എത്തി. അവർ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇതാ ഇങ്ങോട്ടേക്ക് നടന്ന് വരുമായിരുന്നു. അപ്പോഴായിരുന്നു ഞങ്ങൾ കണ്ടത്. ഞങ്ങളിതാ കാർ പാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. കുറച്ച് ഫ്രണ്ടിൽ പോയിട്ട് പാർക്ക് ചെയ്യണം. നമ്മുടെ അമ്മൂമ്മ ഗ്രാൻഡ്മാനെ ഒരു സ്ഥലത്തേക്ക് സേഫായിട്ട് ഇരുത്തിയിട്ടാണ് പോയിരിക്കുന്നത്. ഗ്രാൻഡ്മാക്ക് അങ്ങനെ നടക്കാനൊന്നും പറ്റില്ലല്ലോ അധികം. What are you doing, guys? Allah, tinapos vane. Hey, photo Trend change होंगे. Behind the scenes. Baru mikul anar muna ina. Kay tata. Salamat.
nomor phone ada mak. Eid Mubarak. Mari kota putih. Iwa kebe. Eid Mubarak. Beach bala fenitya. Halo. Udah ngopot saya dikahalangi. Zara, ini di Gosia. Lola mana gari? Gari. Karen baru ke godor gue beli kada kunu kulena. These guys always have it. Shamail. This is Shama. ഇതിപ്പോഴൊന്നും കഴിയില്ല. അത് കുറേ ടൈം എടുക്കും. To be continued. Iru kulun tia hon go betia engia. Oh, maya. അപ്പം നെക്സ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ചായയൊക്കെ കുടിച്ചു. പിള്ളേർക്ക് ജ്യൂസൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അവർ ജ്യൂസൊക്കെ കുടിച്ചു. അമ്മ മോനെന്തേ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുക. ദേ ഞങ്ങൾ ഇനിയും ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വോക്ക് വേ സൈഡിലേക്കാണ്. നമ്മൾ ബീച്ചിൽ ചെന്നിട്ട് അവിടെ നിന്ന് വോക്ക് വേയിൽ പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടന്ന് വേണം പോകാനായിട്ട്. അല്ലാണ്ട് വേറെ ബീച്ചിലേക്ക് ടേൺ ചെയ്യാണ്ട് നേരെ പോയിട്ടൊരു വഴിയുണ്ട് തോന്നുന്നു. കാറിൽ പോകുന്നവർക്ക് നേരെ അങ്ങോട്ട് കയറാനായിട്ട്. ബീച്ചിലൂടെ പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഓഫ് റോഡിലൂടെ പോയിട്ട് വേണം ആ വോക്ക് വേയിൽ എത്താനായിട്ട്. ഈ ഒരു ഡ്രസ്സും ഈ ഒരു ചെരുപ്പും ഒക്കെ ഇട്ടിട്ട് ഇവിടുന്ന് ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു. വേണമെങ്കിൽ നല്ല അഡ്വെഞ്ചർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഹീൽസൊക്കെ ഇട്ടിട്ടേ ഈ വഴി കൂടെ നല്ല നോക്കിയും കണ്ടും ഒക്കെ വേണം പോകാനായിട്ട്. ചാലു കമ്പനിയാ. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ. ദേ കണ്ടോളൂ, ഞാൻ ഈ നടന്നു പോകുന്ന ഈ ഒരു പാത. അയ്യോ, ഞാൻ ഇങ്ങനെ ഹീലിട്ടിട്ടേ ഞാൻ നോക്കിയിട്ടായിരുന്നു പൊക്കോണ്ടിരുന്നത്. എങ്ങാൻ മറിഞ്ഞ് വീണെങ്കിലേ അതും ഈ ഒരു പെരുന്നാൾ ദിവസം. അങ്ങനെ ഞാൻ രണ്ടും ഒളിപ്പിച്ചിട്ടൊക്കെ പതിയെ നോക്കിയും കണ്ട് ഒക്കെയാണ് ഞാൻ നടന്നത് ഇവിടേക്കൊക്കെ എത്തുന്നത്. ഞാനിങ്ങനെ വിചാരിക്കും, അയ്യോ ഇനി എത്രയുണ്ട് ഇങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇതേ ഞാൻ കണ്ടപ്പം സമാധാനം, കഴിഞ്ഞല്ലോ. പിന്നെ വീണ്ടും ആ ഒരു ഓഫ് റോഡ് കണ്ടപ്പോൾ വീണ്ടും അവിടെ കല്ലും കുറച്ച് ഇതൊക്കെ ഉണ്ട്. അതായത് ഈ വെള്ളം കയറിയപ്പോൾ ഇങ്ങനെ കയറി വന്ന ഈ കല്ലൊക്കെയാണ് ഈ കാണുന്നത്. വേറെ ഒന്നുമില്ല. കുറേ മണ്ണൊക്കെ ഈ വെള്ളം കയറുമ്പോഴൊക്കെ ആ ഒരു മൺസൂൺ സീസണിലൊക്കെ വെള്ളം കയറുമ്പോൾ കയറി വരുന്ന ഈ ഒരു മണ്ണൊക്കെയാണ് ഇതൊക്കെ. പിന്നെ ഈ നമ്മൾ ഫൈനലി നമ്മളെത്തി. ഇവിടെ നിന്ന് ഒരു ബ്രിഡ്ജ് കയറിയിട്ട് ആ കാണുന്നതാണ് വോക്ക് വേ. See this stunning view. വർത്താണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരെ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നടന്നു വന്നത് വെറുതെ ആയില്ല. അതേ കണ്ടോളൂ, അടിപൊളി വ്യൂ ആണ്. ഈ സണ്ണിങ്ങനെ സെറ്റായി പകുതി താഴെ പോയി കഴിഞ്ഞു. ഇനി ഈ പകുതിയാണുള്ളത്. പെട്ടെന്ന് ഇങ്ങനെ സൂര്യൻ അസ്തമിച്ച് കഴിയും. ഈ ഒരു ടൈമിൽ നമ്മളൊരു സെക്കൻഡിലായിരിക്കും ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ഇപ്പം വലിയ ടൈമൊന്നും ആവില്ല.
ഇപ്പം തന്നെ ഇത് പതിയെ പോകുന്ന കണ്ടോ. അതിപ്പം അത് ചെറുതായി ചെറുതായി ഇത് പിന്നെ കഴിഞ്ഞു. അത് പെട്ടെന്ന് ആ ഒരു താഴുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇങ്ങനെ കഴിഞ്ഞതേ ഇൻവിസിബിളായി. Kaya dadating. Hantu balang. Yes, next year. Yay! Kandu. Masang kandu. Wow, video ini kandu to. Ini masang kandu. Nailand yaar. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം പ്ലീസ് മറക്കല്ലേ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക, പിന്നെ ലൈക്ക് ഒരിക്കലും മറക്കല്ലേ, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.